ഹാഷിറിന് അവ എടുക്കുമെന്നോ അവ ഈ സമയത്തൊക്കെ? ഹലോ, എവിടാ? ഏലങ്കോട് എന്ത് പരിപാടി? എടാ, ഈ പറഞ്ഞ ജനുവരി 19 ഞാൻ അഭിനയിച്ച മായാവനം എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാവുന്നുണ്ട്. നീ അത് കാണണം. ഇത് ഞാനിപ്പോ കേട്ടോ, മറക്കല്ലേ. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും തോന്നലേ. അത് ഇറങ്ങുന്നതിന് ഒരു 2 ദിവസം മുന്നേ ഒന്ന് പറയോ? വേറെ ഒന്നും കൊണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ വിട്ടുപോകും. ഓക്കെ, 2 ദിവസം മുമ്പേ ഞാൻ പറയാം. ഉറപ്പായിട്ടും ഒന്ന് മെസ്സേജ് ഒക്കെ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും. ഓക്കെ. ആദ്യമേ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കളയല്ലേ, ആരെടുത്തു പേടിച്ചു. അതും സംസാരിച്ച ടോൺ മാറിയില്ല, ലോട്ടറിക്കാരെ ടോണായി. ഓക്കേടാ, ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. പിന്നെ ഞാനിപ്പോ ഒരു ലൈവ് ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇവര് പറഞ്ഞ് ഒരു സെലിബ്രിറ്റിനെ വിളിക്കാൻ. അങ്ങനെയാണ് നിന്നെ വിളിച്ചത്. ഇത് ലൈവ് വെക്കൊണ്ടിരിക്കുക. ഓക്കേടാ, ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ നിന്റെ ഫോട്ടോ ഉൾപ്പെടെ സൈഡിൽ കൊടുക്കും. കണ്ടോടാ, ഞാൻ ആരെ വിളിക്കാൻ പറയുമ്പോ ഞാൻ നിന്നെയാണ് വിളിച്ചത്. ഇത്രയും നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിട്ട്. അതാണ് സ്നേഹം. ശരിയടാ, ഓക്കെ, എന്നാ ഞാൻ വിളിക്കാം. പിന്നെ ഇത് നമ്മളുടെ ഗെയിം എഡിഷൻ ആണ്. അപ്പൊ അറിയാലോ, നമ്മൾ കുറെ സെഗ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതായത് ഞാൻ ഒരു ഇത് കാണിക്കും, ഒരു ലൈൻ കാണിക്കും. ഒരാൾക്കായിരിക്കും ആ ലൈൻ കാണിക്കുക. അപ്പൊ ആ കാണിക്കുന്ന ആള് ഇപ്പൊ ഗൗതമിനെയാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ബാക്കി 2 പേർക്കും അത് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എളുപ്പമല്ലേ? ചെറിയ ലൈന് അത് അവരെ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഗെയിം. ഫസ്റ്റ് സെഗ്മെന്റ് ഇതാണ്. ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അഭിനയം കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. നമ്മൾ പ്രേക്ഷകരൊക്കെ എങ്ങനെ അറിയട്ടെ. അപ്പൊ ആദ്യം ഞാൻ ആർക്ക് കാണിച്ചു കൊടുക്കണം? എല്ലാവർക്കും അവസരമുണ്ട്. 3 പേർക്ക് അവസരമുണ്ട്. 3 പേരും ചെയ്യണം. നീ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെ? ഓക്കെ അല്ലേ? ചെല്ലേ. സിമ്പിൾ ആയിട്ട് കാണിച്ചു. മോഹൻലാലിന്റെ സിനിമയാണ്. ഡയലോഗ് സവാരി ഗിരി. സവാരി ഗിരി. അടിപൊളി. അടുത്ത നീ പോയിട്ട് പറയാൻ പറ്റില്ല. ശരി, ഓക്കെ. ഫോൺ എനക്കരുത്. പുറപ്പെട്ടു കഴിഞ്ഞു. അതാണ് കോട്ട്. 2 പേരും പറയണം. മിണ്ടാതിരിക്കുക. തണുപ്പ് കമ്പിളിപ്പോ കേൾക്കണം. അത് തന്നെ കമ്പിളി. അടുത്തത് കമ്പിളി കിട്ടിയല്ലോ. എനിക്ക് മാത്രം എന്താ എനിക്കട്ടെ, ചുമ്മാ കണ്ടുപിടിക്കാം. അതാ പറഞ്ഞ. ഓക്കെ, അടുത്ത കാണിക്കട്ടെ. തീർക്കണോ ഇത്? ഇത് 4ാമത്തെ.
ഓക്കെ ഇവിടെ വന്നിട്ട് അല്ല ഇത് നിന്നാലേ പറ്റുള്ളൂ. അടി സക്കേ ചക്കര, അടി, അടി മുത്ത്, പൊന്നെ, അല്ല അതല്ലേ പറഞ്ഞ അതല്ലേ അതാണല്ലേ ഞാൻ ഇന്ററാക്ട് ചെയ്യും. അടി, അടിച്ചു. അടി ഇല്ല പറ്റില്ല. അടിച്ച്. ഇല്ല പറ്റില്ല. അടിച്ച് ഇല്ല തലയിലൊന്നും ഇല്ലെന്ന്. അടിച്ചു അടിച്ചു മോനെ, അടിച്ചു മോനെ, അതല്ലേ അടിച്ചു മോനെ, അടിച്ചു. നേരത്തെ കിട്ടിയായിരുന്നോ? ഓ കിട്ടിയായിരുന്നോ നേരത്തെ? ആ പറഞ്ഞല്ലോ അവര്. ഇത് മനസ്സിലായി, മനസ്സിലായ ഉടനെ പറയില്ലേ? അടി സക്കേന്നായി പോയി, അതും ശരിയല്ലേ? 6 വാക്കുണ്ട്. 6 ലിപ്സ് അനക്കാൻ പാടില്ല. ഓക്കെ 6 വാക്കിൽ രണ്ടാമത്തെ വാക്ക്, ഒന്നാമത്തെ വാക്ക്. ഇത് ഞാനല്ലടാ ഉണ്ണി, ഇത് മറ്റവനാ. എനിക്കത് മറന്നു കേട്ടോ. ഇത് ഞാനല്ലടാ. ആ ഓക്കെ അത് പോയി. ഓക്കെ അല്ലേ? അത് ഓക്കെ പറയാൻ പാടില്ല. സൗണ്ട് ഒന്നും പാടില്ല. സൂക്ഷിച്ച് നോക്കണ്ടോ ഉണ്ണി, ഇത് ഞാനല്ല. അത് നല്ല ഭംഗിയായിട്ട് പാതിച്ചേട്ടൻ കാണിക്കും. രണ്ടാമത്തെ വാക്ക് ഉണ്ണി. 2 വാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയണത് 2 വാക്ക് പറയേ. അതൊക്കെയാണ് ഞാനല്ലടാ ഉണ്ണി, ഇത് ഞാനല്ലടാ, ഇത് ഞാനല്ലടാ. ഞാനല്ലടാ, ഞാനല്ലടാ. മൂന്നാമത്തെ വാക്ക് ഞാനല്ലടാ, ഞാനല്ല. ഞാനല്ലടാ. ഒന്നാ മോനെ ഉണ്ണി, ഞാനല്ലടാ, ഇത് ഞാൻ അല്ലടാ. കൊണ്ട് പറ്റില്ല. ഇത് നാലാമത്തെ ഞാനല്ലടാ. ഇത് ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ. ഇത് ഞാനല്ല. ഞാൻ അവർക്ക് പെട്ടെന്ന് കഴിയുമെന്ന്. എന്റെ ഗർഭം ഇങ്ങനെ എന്റെ ഗർഭം അത് മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. ഓ സിമ്പിള്. സിമ്പിള്. പറയട്ടാ, ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി പറയുമ്പോ മുഖം, ഞാൻ പറയുമ്പോ ഭയങ്കര സിമ്പിൾ ആയി പോയില്ല. സിമ്പിൾ അല്ലേ? ആ. അപ്പൊ ടെൻഷൻ ഒക്കെ മാറി. അപ്പൊ ഇതുപോലെയൊക്കെയാണ് ബാക്കിയുള്ള സെഗ്മെന്റ്സ്.